1,30,000. This is pure pashmina. This is Kani pure handmade. ये पश्मीना बन रहा है ये 100% pure pashmina बन रहा है. इसमें देखो कितने एक धागा है ना, यहाँ पर यहाँ एक लाइन यहाँ से यहाँ इतनी सुइयों से निकल कर एक धागा बनेगा. हम देते हैं कश्मीरी, बट कश्मीरी वो नहीं होता है. वो कश्मीरी का नहीं वो है. कश्मीरी नहीं, कश्मीरी ये रियल कश्मीर. इसको अगर देखेगा इंसान कितनी मेहनत से. ഇവരുടെ ഫ്ലൈറ്റ് ഇന്നാണ് നാട്ടിലേക്കുള്ളത്. അപ്പൊ ഇവരിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. നമ്മൾ എന്തായാലും ഇവരെ നാട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പിരിയുന്നത്. ആലപ്പാപ്പിയിൽ നമ്മൾ വരും. വൈക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹോട്ടൽ മമതയിൽ തന്നെയാണ് ഇന്നും ഉള്ളത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീനഗറിലെ കാഴ്ചകൾ കാണാനായിട്ടാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളത്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. പർവേസ് ഭായ് തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. ആളാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് കാശ്മീരിലെ പ്രശസ്തമായ ജാമിയ മസ്ജിദ് കാണാനായിട്ടാണ്. ശ്രീനഗറിലെ ഓൾഡ് സിറ്റിയുടെ ഉള്ളിലായിട്ടാണ് വളരെ പ്രശസ്തമായ ജാമിയ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. 1034 അന്നത്തെ രാജാവായിരുന്ന സിക്കന്ദർ ഷാ മിറി പണി ആരംഭിച്ച് 1402 പണി കഴിപ്പിച്ച ജാമിയ മസ്ജിദിന്റെ ഉള്ളിൽ ഒരേ സമയം 33,500ഓളം ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണുള്ളത്. ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ടും മറ്റു 2 പ്രാവശ്യം ഭാഗികമായിട്ടും കത്തി നശിച്ച മോസ്കിനെ അതാത് കാലഘട്ടങ്ങളിലുള്ള രാജാക്കന്മാർ വീണ്ടും പുനരുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു. മസ്ജിദിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ഈ തൂണുകളെല്ലാം തന്നെ ദേവദാരു തടികളിൽ തീർത്തതാണ്. അതിലൊന്നിൽ പോലും ജോയിന്റ് ഇല്ലാതെ കണ്ട് ഒറ്റ തടികളിൽ തീർത്തിരിക്കുന്ന തൂണുകളാണ് ഈ കാണുന്നത്. അത്രയും തന്നെ. ഏകദേശം 370ഓളം ദേവദാരുവിന്റെ ഒറ്റത്തടിയിൽ തീർത്ത പില്ലറുകളാണ് പേർഷ്യൻ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 4 കവാടങ്ങളും 4 മകുടങ്ങളും ചേർത്താണ് ജാമിയ മസ്ജിദ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മസ്ജിദിന്റെ കവാടം കഴിഞ്ഞ് നടുമുറ്റത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു വലിയ വാട്ടർ ഫൗണ്ടനും അതുപോലെ തന്നെ ഒരു ഗാർഡനും കാണാൻ സാധിക്കുന്നതാണ്. മസ്ജിദിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് ശ്രീനഗറിലെ മെഡിക്കൽ കോളേജ്. കാശ്മീരിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലും കൂടിയാണിത്. കൂടാതെ കാശ്മീരിലെ ഏറ്റവും ഉയരം കൂടിയ ആദ്യത്തെ ബിൽഡിങ്ങും ഈ ഹോസ്പിറ്റലാണ്. 9 നിലകളാണ് ഈ ഹോസ്പിറ്റലിനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ തന്നെയാണ്. എന്നാലും ടൗണിൽ നിന്ന് വിട്ട് കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മളുള്ളത്. നമ്മൾ ഇനി പോകുന്നത് നമ്മൾ വന്ന ദിവസം മുതൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ആ കാഴ്ചകളിലേക്കാണ്. പഷ്മീന ഷാൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതിന്റെ നിർമ്മാണവും കാര്യങ്ങളും അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് അറിയത്തില്ല. പർവേസ് ഭായ് നമ്മളത് കൊണ്ട് കാണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ശ്രീനഗറിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെയാണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരേണ്ട കാര്യമില്ല. ടൂറിസ്റ്റുകൾ ആരും തന്നെ ഇങ്ങോട്ട് വരാറുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഏരിയ വളരെ സൈലൻ്റ് ആണ്. തന്നെയുമല്ല, ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് നോക്കുന്നുമുണ്ട്. നമ്മളിവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഇതിന് തൊട്ടടുത്താണ് നമുക്ക് പോകേണ്ട ആ വീടുള്ളത്. പക്ഷേ ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇവിടെ നിന്നുള്ള ലോക്കൽസ് ആരെങ്കിലും നമ്മുടെ കൂടെ ഇല്ലാതെ കണ്ട് പരസ്പരം അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ. പർവേസ് ഭായിയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ആൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആളിപ്പോൾ വരും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. നമ്മുടെ കയ്യിലെ ക്യാമറയും ബാഗും ഒക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു 1-2 ആൾക്കാർ വന്ന് നമ്മളോട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നും എവിടെ വന്നതാണെന്നും ഒക്കെ ചോദിച്ച് അവരോട് പർവേസ് ഭായ് അവരുടെ ലോക്കൽ ഭാഷയിൽ തന്നെ സംസാരിച്ച് അവർ തിരിച്ചുപോയി.
നമ്മൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോഴത്തേക്കാണ് ഈ കാണുന്നത് കാശ്മീരിന്റെ സ്വന്തം ചിനാർ മരമാണ്. ഈ മരത്തിനും അതിന്റെ ഇലയ്ക്കും കാശ്മീരിന്റെ ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഇവിടുത്തെ ഏതൊരു ഡിസൈൻ എടുത്താലും അതിപ്പോ തുണി ആയിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിലെല്ലാത്തിലും ചിനാർ മരത്തിന്റെ ഇല നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ആ ഇലയുടെ ഡിസൈൻ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കാശ്മീരിലെ ജനതയ്ക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് ചിനാർ മരവും അതിന്റെ ഇലകളും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആള് വന്നു. ആള് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞ് നമ്മളെയും കൂട്ടി ഒരു ഗല്ലിയിലൂടെ മുന്നോട്ട് നടക്കുവാണ്. ഇത്രയും ദിവസം നമ്മൾ കാശ്മീരിൽ താമസിച്ചിട്ടില്ലാതിരുന്ന ഒരു പേടി നമ്മൾ ഈ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലെന്നുള്ളത് തന്നെയാണ്. തന്നെയുമല്ല, ഇവിടെ ഉള്ളവർ അധികം ടൂറിസ്റ്റുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരുമല്ല. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു വീടിന്റെ ഗേറ്റിലെത്തി. അവർ രണ്ടുപേരും നമുക്ക് മുന്നേ അകത്തേക്ക് കയറിപ്പോയി. जी फरोज भाई പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് കയറാനായിട്ട് ആ വീടിന്റെ ഓപ്പോസിറ്റില് വീട്ടിൽ താമസിക്കുന്ന ആള് സമ്മതിച്ചില്ല. അവസാനം പർവേസ് ഭായ് വന്ന ആളോട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് പോകാൻ സമ്മതിച്ചത്. നമ്മൾ അങ്ങനെ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി. ഈ കാണുന്ന വീടിന്റെ ഉള്ളിലാണ് പഷ്മീന ഷോളിന്റെ നിർമ്മാണം നടക്കുന്നത്. കാശ്മീരിൽ പല സ്ഥലങ്ങളിലും ഇത്തരം വീടുകളിൽ കുടിൽ വ്യവസായമായിട്ടാണ് പഷ്മീന ഷോൾ നിർമ്മാണം നടക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കയറി. ഈ വീടിന്റെ മുകളിൽ 2ാം നിലയിലാണ് പഷ്മീന ഷോളിന്റെ നിർമ്മാണം നടക്കുന്നത്. ഈ ഒരു ചെറിയ മുറിയുടെ അകത്ത് 2 കൈത്തറി യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്നിൽ നിർമ്മിക്കുന്നത് കാർപ്പറ്റും പിന്നൊന്നിൽ പഷ്മീന ഷാളുമാണ് നിർമ്മിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാർപ്പറ്റാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാശ്മീരിലെ കാർപ്പറ്റുകൾ. അത്തരത്തിലൊരു കാർപ്പറ്റാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പല വർണ്ണങ്ങളിലുള്ള നൂലുകൾ കോർത്തു വെച്ച് അത് കൃത്യ അളവിൽ മുറിച്ചെടുത്ത് അടിച്ചുറപ്പിച്ചാണ് കാർപ്പറ്റുകൾ നിർമ്മിക്കുന്നത്. അതിനുശേഷം അത് ഇവിടുന്ന് കെമിക്കൽ വാഷിനും അതുപോലെ തന്നെ ക്ലീനിങ്ങിനും ഒക്കെ ആയിട്ട് പോയതിന് ശേഷം പല കൈകൾ മറിഞ്ഞത് ഏതെങ്കിലും ഷോപ്പുകളിലേക്ക് എത്തും. ആ ഷോപ്പുകളിൽ നിന്നാണ് പിന്നെ നമ്മുടെ കൈകളിലേക്ക് ഒരു റിയൽ കാർപ്പറ്റായിട്ട് എത്തുന്നത്. അപ്പോഴത്തേക്കും അതിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് 70,000, 75,000 ലക്ഷങ്ങളൊക്കെ മുകളിലേക്ക് പോകുന്നതാണ് അതിൻ്റെ വില. നമുക്ക് ആ കാർപ്പറ്റിൻ്റെ ഒറിജിനൽ വശം, അതായത് അതിൻ്റെ ഫ്രണ്ട് വശം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പണി അവസാനിപ്പിച്ചിട്ട് അത് കംപ്ലീറ്റ് അഴിച്ച് നമ്മളെ നിവർത്ത് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ശരിക്കും മുകൾ ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒറിജിനൽ റിയൽ ഫേസ് ഈ കാണുന്നതാണ്. ഈ ഓരോ നൂലുകൾ ചേർത്ത് വെച്ചിട്ടാണ് കോർത്താണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത്. അത് എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ആളത് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇതിൻ്റെ അങ്ങേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ്. ഈ കാണുന്ന ചാർട്ടാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ ചാർട്ട് നോക്കിയിട്ട് വേണം ഏതൊക്കെ നൂല്, ഏത് കളറിലുള്ള നൂലുകൾ എവിടെയൊക്കെ കോർത്തു കൊടുക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ആ ഡിസൈൻ ഉണ്ടാകുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ്. അതിൻ്റെ 2 ടൂളുകളാണ് ഇവിടെ ഈ താഴെ ഈ കാണുന്നത്. ഒന്നൊരു ചീപ്പ് പോലത്തെ ഒരു ടൂളും പിന്നൊന്ന് ഒരു ബ്ലേഡാണത്. അത് വെച്ചിട്ടാണ് ഈ നൂല് കോർത്ത് മുറിക്കുന്നത്. ഇദ്ദേഹം നെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാർപ്പറ്റിന്റെ നീളവും വീതി എന്ന് പറയുന്നത് 120 സെന്റിമീറ്റർ വീതിയും 160 സെന്റിമീറ്റർ നീളവുമുള്ള ഈ ഒരു കാർപ്പറ്റ് ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 5 മാസം സമയം വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 5 മാസം എടുത്ത് ഇവർ നെയ്ത് കടകളിലേക്കോ അല്ലെങ്കിൽ ഇത് വാങ്ങുന്നവർക്ക് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നവരോ വന്ന് ഈ സാധനം എടുക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന രൂപ എന്ന് പറയുന്നത് ഏകദേശം 30,000 to 35,000 റുപ്പീസാണ്. അത് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വാഷിങ്ങും അതിന്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അതിന്റെ സ്മൂത്തിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിന്റെ ഏകദേശം ഇരട്ടിയോളം തുകയായിട്ടുണ്ടാകും ആ പ്രോഡക്റ്റിന്. അതുകൊണ്ട് തന്നെയാണ് കാശ്മീരിലെ പഷ്മീന ഷോളുകൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാർപ്പറ്റുകൾക്കും മറ്റു പ്രോഡക്റ്റുകൾക്കൊക്കെ ഇത്രയും വില അധികമായിട്ട് വരുന്നത്. ഈ ഒരു തൊഴിൽ ചെയ്യുന്നതിലൂടെയും ഇത് ഈ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നതിലൂടെയും ശരിക്കും ലാഭം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇടനിലക്കാരും അതുപോലെ തന്നെ കച്ചവടക്കാരുമാണ്. ഇവർക്ക് കിട്ടുന്ന ഈ 30,000 നിന്ന് തന്നെ വേണം അല്ലെങ്കിൽ 35,000 രൂപയിൽ നിന്നാണ് അവരുടെ 5 മാസത്തെ വേലക്കൂലി
വിലക്കൂലിയും അവരുടെ ഈ റോ മെറ്റീരിയൽസിന്റെ പൈസയും എല്ലാം അവര് തിട്ടപ്പെടുത്തിയെടുക്കാനായിട്ട്. മക്ബൂൽ ഭായ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇപ്പൊ ഈ പഷ്മീന ഷോൾ ഇവിടെ നിർമ്മിക്കുന്നത്. ഇത് മറ്റൊരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് മക്ബൂൽ ഭായ് അത് ചെയ്യുന്നത്. ഇത്തരത്തിൽ പല വർണ്ണങ്ങളിലുള്ള നൂല് വളരെ സൂക്ഷ്മപൂർവ്വം വളരെ ശ്രദ്ധിച്ച് കോർത്തെടുത്തിട്ടാണ് നെയ്തെടുക്കുന്നതാണ് ഈ പറയുന്ന പഷ്മീന ഷോളും. അതിന് വളരെയധികം സൂക്ഷ്മത ആവശ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ചാർട്ട് ഇതിനുമുണ്ട്. ആ ചാർട്ട് നോക്കിയിട്ട് വേണം ഏതൊക്കെ കളർ എവിടെയൊക്കെ വരണം എന്ന് തീരുമാനിച്ച് അവരത് കോർത്തെടുക്കുന്നത്. ഈ ഷോൾ നിർമ്മാണവും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സൈസിനനുസരിച്ചിട്ട് അത് നിർമ്മിക്കുന്നതിലേക്കുള്ള സമയപരിധി നീണ്ടുപോകും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ 1 വർഷമാകാം, 1.5 വർഷമാകാം, 2 വർഷമൊക്കെ നീണ്ടുപോകുന്നുണ്ട്. അത് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മക്ബൂൽ ഭായ് ഷോൾ നെയ്യാനായിട്ട് ഇരുന്നത്. इतनी सुइया जो है एक धागा जो बुनाई कर रहे हैं ना, एक धागे में इतना से हो जाएगा. इतनी जो ये इसमें कलर्स एक धागा महंगा होता है, महंगा बनेगा. वो जो आप मिलता है ना आपको 1000, 1200, 1500, 2000, वो बोलते हैं, बोलने की बात होती है. वो हैंडमेड नहीं होता है, वो कश्मीरी नहीं होता है रियल, वो अमृतसर होता है. अमृतसर से वो बना के आता है अमृतसर मशीन मेड. उनको कितना टाइम लगता है उसमें, वेस्टेज जितना भी होता है ना, जितना भी कचरा होता है वो उसी को बनाते हैं. फिर लास्ट में कहाँ पे बेचते हैं लोग, नाम देते हैं कश्मीरी, बट कश्मीरी वो नहीं होता है. वो कश्मीरी का नहीं, वो कश्मीरी नहीं, कश्मीरी ये है रियल कश्मीर. इसको अगर देखेगा इंसान कितनी मेहनत से होगा. കാശ്മീരിലെ പഴയ തലമുറകളിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ പഷ്മീന ഷോളിന്റെ നിർമ്മാണ രീതി അറിയാമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ പുതിയ തലമുറയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് പലർക്കും അറിയത്തില്ലെന്ന് മാത്രമല്ല, അറിയാവുന്നവർ അത് ചെയ്യാനും താല്പര്യപ്പെടുന്നില്ലെന്നുള്ളതാണ്. ये बेड का होता है जो यहाँ पे नहीं मिलता है, वो लद्दाख में बेड मिलता है, वहाँ पे उसके बाल काटे जाते हैं. ലഡാക്കിൽ മാത്രം കണ്ടുവരുന്ന ചങ്തങ്കി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ബ്രീഡിലുള്ള ആടിന്റെ രോമത്തിൽ നിന്നാണ് പഷ്മീന നിർമ്മിക്കുന്നത്. നമുക്ക് ഈ കൈത്തറി യൂണിറ്റിന്റെ അടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞ പഷ്മീന ഷോളിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടാണ് അത് നെയ്ത് പോകുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൂർണ്ണമായും നെയ്ത് കഴിഞ്ഞ പഷ്മീന ഷോളുകൾ ഒന്നും തന്നെ ഇരിപ്പില്ല നമ്മളെ കാണിക്കുന്നതിനായിട്ട്. അതുകൊണ്ട് മക്ബൂൽ ഭായ് നമ്മളെയും കൂട്ടി മറ്റൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നെയ്തു തീർന്ന പഷ്മീന ഷോൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയും ഈ നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെയുള്ള കൈത്തറി യൂണിറ്റുകൾ ഇവിടെയും ഉണ്ട്. ഇദ്ദേഹമാണ് അത് നെയ്യുന്നത്. കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് റോ മെറ്റീരിയൽസും ബാക്കി അതിന് വേണ്ട സാധനങ്ങളും എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിങ്ങനെ കറക്കുന്നതിലൂടെ ഒരു ചക്രത്തിൽ നിന്നും മറ്റൊരു ചക്രത്തിലേക്ക് ആ നൂല് മാറുകയും അതോടൊപ്പം തന്നെ ആ നൂലിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. അത്തരത്തിൽ റോൾ ചെയ്തെടുക്കുന്ന നൂലുകൾ വീണ്ടും ചെറിയ സൂചി പോലുള്ള കമ്പുകളിൽ വീണ്ടും ചുറ്റിയെടുത്തിട്ടാണ് ഇവർ നെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ വരുമ്പോൾ ഇവിടെ ഇദ്ദേഹവും പഷ്മീന ഷോൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് മറ്റൊരു ഡിസൈനാണ്. ഈ കാണുന്ന പേപ്പറിൽ കാണുന്ന ഡിസൈൻ ഈ ഷോളാക്കി മാറ്റുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പല വർണ്ണങ്ങളിലുള്ള നൂലുകൾ പല സമയത്ത് പല സ്ഥലങ്ങളിൽ അത് എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് ചെയ്യുന്നത് നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത്രയും സൂക്ഷ്മതയിൽ ഇത്ര വർഷങ്ങൾ എടുത്തിട്ടാണ്, പലപ്പോഴും 1 വർഷത്തിനൊക്കെ മുകളിൽ എടുത്തിട്ടാണ് ഈ ഒരു ഷോൾ നിർമ്മിച്ചെടുക്കുന്നത്. ഇത്രയും സമയമെടുത്ത് സൂക്ഷ്മതയോടുകൂടി നെയ്ത് തീർക്കുന്ന ഒരു പഷ്മീന ഷോൾ പണി തീരുമ്പോഴത്തേക്കും അത് നെയ്യുന്ന ആൾക്ക് ശരിക്കും അർഹിക്കുന്ന ഒരു കൂലി കിട്ടുന്നില്ലെന്നുള്ളത് ഇവരുടെ ഒരു വലിയ പരാതി തന്നെയാണ്. മറ്റു പല ബിസിനസ്സുകളിലെയും പോലെ തന്നെ ഇടനിലക്കാരിലേക്കാണ് ഇതിന്റെ വലിയൊരു ശതമാനം ലാഭവും എത്തിച്ചേരുന്നത്. പഷ്മീന ഷോളുകൾ നെയ്തെടുക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ട് അതിനുശേഷം ഇവിടെ നെയ്ത് പൂർത്തിയായി ഇരിക്കുന്ന ഒരു 3-4 ഷോളുകളുണ്ട്. അത് നമ്മളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇതിൽ പലതിൻ്റെയും വില എന്ന് പറയുന്നത് 1,30,000 രൂപയും 1,50,000 രൂപയും 2 ലക്ഷം രൂപയും ഒക്കെയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഈ വില എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് നേരിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രൈസാണ് ഈ പറയുന്നത്. അതേസമയം ഇത് നമ്മൾ ഇതേ സാധനം കടകളിൽ പോയി എടുക്കുകയാണെങ്കിൽ ഇതിനും ഏകദേശം ഒരു 50% കൂടെ മുകളിലേക്കായിരിക്കും ഇതിന്റെ വില വരുന്നത്. കാശ്മീരികൾ കൂടുതലും പഷ്മീന ഷോളുകൾ ഉപയോഗിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളിലും വെഡ്ഡിംഗ് ഫംഗ്ഷനുകളിലും ഒക്കെയാണ് പഷ്മീന ഷോളുകൾ ഉപയോഗിക്കുന്നത്. പഷ്മീന ഷോളുകളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അറബി നാടുകളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ്. അത് കൂടാതെ കൊണ്ട് തന്നെ ഇവിടുന്ന് ഇത് എക്സ്പോർട്ടിംഗ് നടത്തുന്നുണ്ടെന്നുള്ളതാണ്. 1,30,000. This is pure pashmina. This is Kani pure handmade.
പലപ്പോഴും ഇത് എക്സ്പോർട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓരോന്നിനും 3 ലക്ഷം മുതൽ 3.5 ലക്ഷം രൂപ വരെയൊക്കെ ഇതിൻ്റെ വില എത്തിപ്പെടുമെന്നുള്ളതാണ്. सेम प्राइस 1,30,000 प्लेन मास्क क्योंकि इसमें बीच में प्लेन है. बीच में प्लेन है वो भी but है ना उसमें हमारे जो पास, वो साइड मिलेगा साइड कम से कम 2.5 लाख का हाँ पूरा पूरा प्रिंटर। पूरा उससे भी बिग है, पूरा उससे भी बिग है. हाँ सही है. पूरा क्योंकि है जेंट्स जो है ना, हाँ. जेंट्स को बिग ही चाहिए. सही. दिस इज पार्टी वेयर. इसमें जो पूरा डिजाइन आता है उसको 2.5 लाख तक आता है. हाँ 2.5 लाख. हाँ वो भी है मेरे पास। അങ്ങനെ നമ്മൾ പഷ്മീന ഷോളിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മക്ബൂൽ ഭായിയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം പർവേസ് ഭായ് നമ്മളുമായിട്ട് പോയത് നേരെ ഹസ്രത്ത് ബാൽ ദർഗ കാണാനായിട്ടാണ്. ദാൽ ലേക്കിന്റെ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഹസ്രത്ത് ബാൽ കാശ്മീരിലെ ഒരുപാട് പ്രത്യേകതകളുള്ള മോസ്കുകളിൽ ഒരെണ്ണമാണ്. 1634 മുഗൾ ചക്രവർത്തിമാർ ഇതിന്റെ ഫസ്റ്റ് സ്ട്രക്ചർ പണിതീർത്തെങ്കിലും ഇന്ന് കാണുന്ന ഈ സ്ട്രക്ചർ ഏകദേശം 105 മീറ്റർ നീളവും 25 മീറ്റർ വീതിയുമുള്ള ഈ സ്ട്രക്ചറിന്റെ പണി തീർന്നത് 1979കളിലാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഖുറാന്റെ ഒരു പതിപ്പ് ഈ മോസ്കിന്റെ ഉള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വർഷത്തിൽ 4 പ്രാവശ്യം അത് പൊതുജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കും. അതിലൊരു ദിവസം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ പിറന്നാൾ ദിനത്തിലാണ്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഹസ്രത്ത് ബാലിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് മുഗൾ ഗാർഡൻ അഥവാ ഷാലിമാർ ഗാർഡന്റെ കാഴ്ചകൾ കാണാനായിട്ടാണ്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഹസ്രത്ത് ബാൽ മാർക്കറ്റിന്റെ ഉള്ളിലൂടെയാണ്. ഇവിടെ നല്ല തിരക്കാണ്, വണ്ടികളെല്ലാം നല്ലതുപോലെ ബ്ലോക്കായി നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കടകളിലെല്ലാം തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദാൽ ലേക്കിന്റെ കരയിലൂടെ തന്നെയാണ് നമ്മൾ ഷാലിമാർ ഗാർഡനിലേക്ക് പോകുന്നത്. നമ്മൾ പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ അത്രയും തന്നെ ഈ ഏരിയ കംപ്ലീറ്റ് ഫ്ലവർ നഴ്സറികളാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ ഷാലിമാർ ഗാർഡന്റെ ഗേറ്റിലേക്ക് എത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. അതേസമയം ഫോറിനേഴ്സിന് ആ ടിക്കറ്റ് റേറ്റ് 100 രൂപയാണ്. നിങ്ങൾ വിന്റർ സീസണിലാണ് കാശ്മീരിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഷാലിമാർ ഗാർഡനോ അതല്ലെന്നുണ്ടെങ്കിൽ നിഷാന്ത് ഗാർഡനോ ഇത്തരത്തിലുള്ള ഗാർഡനുകളൊന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, വിന്ററിൽ ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നും തന്നെ ഇല്ല. മൊത്തത്തിലൊരു ഡ്രൈ ഫീലാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. തന്നെയുമല്ല, ഈ ഗാർഡന്റെ റിനോവേഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഗാർഡൻ കാണാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാടൊന്നും കാണാനായിട്ടില്ല. തന്നെ കൂടാതെ കണ്ട് ഈ സൈഡിലെല്ലാം ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും പൂത്തൊട്ടുമില്ല, വലുതായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഷാലിമാർ ഗാർഡൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് നടുക്കൊരു വാട്ടർ ഫൗണ്ടനും അതിൻ്റെ ഇരുവശത്തും നടവഴികളുമാണ്. ആ നടവഴി നേരെ ചെന്നെത്തുന്നത് മറ്റൊരു പടിപ്പുര പോലുള്ളൊരു സ്ഥലത്താണ്. ആ കെട്ടിടത്തിൻ്റെ എല്ലാം റിനോവേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ ഗാർഡൻ്റെ ഉള്ളിലുള്ള വാട്ടർ ഫൗണ്ടൻ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വരുമ്പോൾ കാണുന്നത്. കാണുന്ന കെട്ടിടങ്ങളുടെ എല്ലാം തന്നെ പുതുക്കിപ്പണിയലുകളും അതിന്റെ തടികളും മറ്റുമൊക്കെ മാറ്റി ഉറപ്പിക്കുന്നതിൻ്റെയൊക്കെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാർഡൻ്റെ അങ്ങ് അറ്റത്തായിട്ടൊരു മണ്ഡപം കാണാം നമുക്ക്. ആ മണ്ഡപം ഇവിടെ ഒരുപാട് പേര് ഇവിടുത്തെ ടൂറിസ്റ്റുകൾ തന്നെയാണ് അതിൻ്റെ ചിത്രപ്പണികളും അതിലെ പെയിൻറ്റിങ് വർക്കുകളും എല്ലാം നശിപ്പിച്ച് വല്ലാത്തൊരു കോലത്തിലാക്കിയിട്ടുണ്ട്. അതെല്ലാം അതിലിപ്പോൾ അവശേഷിക്കുന്ന ആ വർക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഭംഗിയുള്ളതായിരുന്നു ഈ മണ്ഡപമെന്ന്. ഈ ഗാർഡൻ സംരക്ഷിക്കുന്നതിൽ ഗവൺമെൻറ് കാണിക്കുന്ന അനാസ്ഥയായിരിക്കാം, അത് തന്നെയുമല്ല ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കാണിക്കുന്ന ഒരു മിസ്ബിഹേവിങ്ങും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഈ മണ്ഡപം ആകെ കണ്ട് നശിച്ചൊരു കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്.
നമ്മൾ സമ്മറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മണ്ഡപത്തിന് ചുറ്റും വെള്ളം നിറഞ്ഞിട്ട് ഇവിടെ വലിയ ഫൗണ്ടനും കാര്യങ്ങളായിട്ട് വളരെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടനിലൊന്നും വെള്ളമൊന്നും ഇല്ലാതെ കണ്ട് ഉണങ്ങി വരണ്ട് കിടക്കുന്നൊരു കാഴ്ചയാണിപ്പോൾ. ഇത് സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതിലെല്ലാം കംപ്ലീറ്റ് വർക്കിംഗ് ആവുള്ളൂ. ഏകദേശം 31 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ഷാലിമാർ ഗാർഡൻ ഇന്ന് കാണുന്ന അവസ്ഥയിൽ പൊതുജനങ്ങൾക്കായിട്ട് പണി കഴിപ്പിച്ചു കൊടുത്തത് AD 1619 മുഗൾ ചക്രവർത്തിമാരുടെ കാലത്താണ്. നമ്മൾ വരുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എന്തായാലും നമ്മൾ അവിടെ നിന്ന് അധികം സമയം കളയുന്നില്ല, നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഷാലിമാർ ഗാർഡനിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇനി നിഷാന്ത് ഗാർഡൻ കാണാനായിട്ടാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ ഇവിടെയും അവിടെയും എല്ലാം സെയിം ആണ്. വലിയവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയും ഫോറിനേഴ്സിനാണെങ്കിൽ 100 രൂപയും. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു പടിക്കെട്ട് കയറി വേണം നിഷാന്ത് ഗാർഡന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട്. നമ്മൾ നിഷാന്ത് ഗാർഡന്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ ഷാലിമാർ ഗാർഡനിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ നിറച്ച് തിരക്കുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ്. സ്കൂൾ കുട്ടികളും അതല്ലാതെ കണ്ട് ഫാമിലീസും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. തന്നെയുമല്ല, ഷാലിമാർ ഗാർഡനിൽ കണ്ടതിൽ നിന്ന് ഉപരിയായിട്ട് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പച്ചപ്പും പൂക്കളും അതുപോലെ തന്നെ തിരക്കും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒരു ആക്റ്റീവാണ് ഈ നിഷാന്ത് ഗാർഡൻ. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ദാൽ ലേക്കാണ്. ഈ നിഷാന്ത് ഗാർഡൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ദാൽ ലേക്കിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. ഏകദേശം 47 ഏക്കറിൽ പരന്നു കിടക്കുന്നതും ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുഗൾ ഗാർഡനുമാണ് നിഷാന്ത് ഗാർഡൻ. AD 1633 ജഹാംഗീർ ചക്രവർത്തിയുടെ മകനായ ആസിഫ് ഖാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടാണ് ഈ 4 കാശ്മീരി സുന്ദരികൾ വന്ന് നമ്മളോട് ഞങ്ങളുടെയും കൂടെ ഫോട്ടോസ് എടുക്കുമോയെന്ന് ആവശ്യപ്പെട്ടത്. ഇവരുടെ മാതാപിതാക്കളെ ഒന്നും ഇവിടെ കാണുന്നില്ലായിരുന്നു. ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ട്. ഇവരിവിടുത്തെ ലോക്കൽസ് ആണ്. ഇവരുടെ മാതാപിതാക്കൾ ഇവിടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ വഴിയോര കച്ചവടങ്ങളുമായിട്ട് കാണും. നമ്മൾ നിഷാന്ത് ഗാർഡനിൽ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ പോകുന്നത് ശങ്കരാചാര്യ ടെമ്പിൾ കാണാനായിട്ടാണ്. നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്തിയാലേ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഇത് ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകുന്ന റോഡിന്റെ എൻട്രൻസ് ആണ്. ഇവിടെ കംപ്ലീറ്റ് മിലിറ്ററിയുടെ കൺട്രോളിലാണുള്ളത്. ഇവിടുന്ന് മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റമാണ്. ഈ റോഡ് കുറച്ച് ദൂരം മുകളിലേക്ക് പോയതിനു ശേഷം അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് വേണം മുകളിലേക്ക് ടെമ്പിൾ കാണാൻ പോകാൻ. പർവേസ് ഭായ് നമ്മളെ ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ച് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. നമ്മൾ മുകളിലേക്ക് വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ വരെ മാത്രമേ നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നടന്ന് വേണം വരാനായിട്ട്. ആ സ്ഥലം തൊട്ട് പിന്നെ നമ്മൾ ഈ പടിക്കെട്ട് കയറുന്ന അവിടെ മറ്റൊരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടം വരെ നമുക്ക് മൊബൈലിൽ വീഡിയോസോ കാര്യങ്ങളോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ എല്ലാം കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ ഒരു കാരണവശാലും ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ തുനിയരുതെന്നുള്ളതാണ്. താഴെ ദാൽ ലേക്കിന്റെ കരയിൽ നിന്നും ഈ അമ്പലം നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ഉയരമെന്ന് പറയുന്നത് ഏകദേശം 300 മീറ്റർ ആണ്. കൂടാതെ നമ്മൾ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 240ഓളം പടിക്കെട്ടുകൾ കയറി വേണം മുകളിൽ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. അവിടെ നിന്ന് വീണ്ടും ഏകദേശം ഒരു 10-25 പടികൾ കയറിയാൽ മാത്രമാണ് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. കാശ്മീരിലെ ജനങ്ങൾ ഈ അമ്പലത്തിൽ ശങ്കരാചാര്യർ വന്നു എന്ന് ശരിക്കും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ അമ്പലത്തിന് ശങ്കരാചാര്യ ടെമ്പിൾ എന്ന് പേര് വന്നിരിക്കുന്നത്.
നമ്മളിവിടെ മുകളിൽ കയറി വന്നതിന് ശേഷം ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദാൽ ലേക്ക് കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ ജലൻ റിവറും ഇതെല്ലാം നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ വന്നപ്പോൾ മൊത്തത്തിൽ അന്തരീക്ഷം മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വന്ന സമയത്ത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ പൂജാകർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് റൂമിലേക്കാണ്. നമ്മളങ്ങനെ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങി നേരെ ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ദാൽ ലേക്കിന്റെ സൈഡിലൂടെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. ഇതിനു മുമ്പുള്ള നമ്മുടെ വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് രാത്രിയായിരുന്നു. ഈ കാണുന്നതാണ് ശ്രീനഗറിലെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്. നമ്മൾ ഈ ദാൽ ലേക്കിന്റെ കരയിലൂടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ശിക്കാര വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്. വിന്റർ ആയതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകളുടെ ഒരു വലിയ തിരക്ക് ഇപ്പോൾ ശ്രീനഗറിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ലെന്നുള്ളതാണ്. അതേസമയം അത് സമ്മർ തുടങ്ങുമ്പോഴത്തേക്ക്, അതായത് ഏകദേശം ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ലതുപോലെ തിരക്കായി തുടങ്ങും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് നടക്കുന്ന വഴിയിലാണ് നമ്മളൊരു കട കണ്ടത്. ഈ കടയിൽ അത്രയും സമോവറുകൾ, അത് പിച്ചളയിലും വെള്ളിയിലുമൊക്കെയുള്ള സമോവറുകളും മറ്റു പാത്രങ്ങളും ഒക്കെ വിൽക്കുന്നൊരു കടയാണിത്. 500 രൂപ മുതൽക്ക് നമുക്ക് ഇവിടെ നിന്ന് സമോവർ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് അതിന്റെ വില ഏകദേശം 1,00,000 രൂപ അങ്ങനെ അതിന്റെ മുകളിലേക്ക് അങ്ങനെ പോകും. പല വലുപ്പത്തിലുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ഡിന്നർ സെറ്റുകളും ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് അതിന്റെ കാറ്റലോഗ് അയച്ചു തരും. എന്നിട്ട് നമുക്ക് ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്ത് നമുക്ക് പറയുന്നിടത്ത് അവർ ഡെലിവറി ചെയ്ത് തരും. ये होता है 5,000, होता है 4,000. बादाम, काजू, अलग अलग वैरायटियाँ रखते हैं. और ये भी देता है शादी का टाइम. ये भी देते हैं. ये फिर दुल्हन के रूम में रहता है. നമ്മളുടെ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റാണ് പറഞ്ഞത് ഈ കടയെക്കുറിച്ച് നല്ല ഫുഡാണെന്നാണ് പറഞ്ഞത് ഇവിടുത്തത്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് വന്നത്. മട്ടൺ ये मटन है सर. कौन सा फिश होता है ये मली होता है, मली. कैसे इसका हिसाब कैसे होता है? ये 480 रुपये kg होता है, 120 का पाव. നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്തതെന്ന് പറയുന്നത് ഫിഷ് ടിക്ക, ചിക്കൻ ടിക്ക, അതുപോലെ തന്നെ മട്ടൻ ടിക്കയും ചിക്കൻ ബിരിയാണിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമുക്ക് തിക്ക ഐറ്റംസ് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ 4 ടൈപ്പിലുള്ള ചട്നിയും അതുപോലെ തന്നെ ഒരു സ്പൈസി സാലഡും അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റിൽ നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. നമ്മൾ വയറ് നിറച്ച് ആ ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. കാശ്മീരിലെ മറ്റു കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.